സസ്യജനിതക വിഭവങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ഉടമ്പടി വിത്ത് ബിൽ 2025 കാർഷിക മേഖലയ്ക്ക് ഭീഷണിയാകുമെന്ന് ഭയന്ന് കർഷകർ. വിത്ത് വില ഗണ്യമായി വർദ്ധിക്കുന്നതിനും കോർപ്പറേറ്റ് ആധിപത്യത്തിനും ഈ ബില്ല് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഓൾ ഇന്ത്യ കിസാൻ സഭ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. നവംബർ 26-ന് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. ഈ നിയമം കാർഷിക മേഖലയെ നശിപ്പിക്കുമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. ഇത് ഇന്ത്യൻ കാർഷിക മേഖലയിലെ ജനിതക വിഭവങ്ങൾ അന്താരാഷ്ട്ര വിത്ത് കമ്പനികൾക്ക് തുറന്നുകൊടുക്കാൻ വഴിയൊരുക്കുന്ന നീക്കമാണ് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇതിനെതിരെ പ്രധാനമന്ത്രിക്കും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും കത്ത് നൽകിയിരിക്കുകയാണ് കർഷക സംഘടനകൾ. അലയൻസ് ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ഹോളിസ്റ്റിക് അഗ്രികൾച്ചർ, കിസാൻ സ്വരാജ്, രാഷ്ട്രീയ കിസാൻ മഹാസംഘ്, ഭാരത് ബീജ് സ്വരാജ് മഞ്ച് എന്നീ കർഷക സംഘടനകളും ശാസ്ത്രജ്ഞരുമാണ് എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. വിഭവങ്ങളുടെ തുല്യവും നീതിയുക്തവുമായ വിതരണവും അംഗരാജ്യങ്ങൾക്ക് ഉറപ്പാകണമെന്നതാണ് വ്യവസ്ഥ. ഇന്ത്യയുൾപ്പെടെ 155 രാജ്യങ്ങൾ ഉടമ്പടിയിൽ അംഗങ്ങളാണ്. 64 വിളകളാണ് ഉടമ്പടിയുടെ ഭാഗമായുള്ളത്. 11ാം ഗവേണിംഗ് ബോഡി യോഗം അടുത്തയാഴ്ച പെറുവിലെ ലിമയിൽ ചേരാനിരിക്കുകയാണ്. ഡൽഹി അതിർത്തികളിൽ കർഷകർ നടത്തിയ പ്രതിഷേധത്തിന്റെ 5ാം വർഷാഘോഷമായ നവംബർ 26-ന് കരട് ബില്ലിനെതിരെ പ്രതിഷേധങ്ങൾക്ക് കർഷകർ ആഹ്വാനം നൽകി. 1966-ലെ വിത്ത് നിയമത്തിനും 1983-ലെ വിത്ത് നിയന്ത്രണ ഉത്തരവിനും പകരമായി ആധുനിക കാർഷിക വിപണി ആവശ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനായി വിത്ത് നിയന്ത്രണം പരിഷ്കരിക്കുകയാണ് കരട് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം പറഞ്ഞു. അതേസമയം വിവാദമായ വിത്ത് ബില്ലിനെ കുറിച്ച് പ്രത്യേക പഠനം നടത്താൻ കേരള സർക്കാർ തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.